ഇന്നൊരു കൃഷ്ണ പഗ്ഡിയാട്ടോ ഉണ്ടാക്കുന്നത്. അതിന് വേണ്ടിയിട്ട് നമ്മൾ നീളത്തിൽ ഒരു കാർഡ്ബോർഡ് കഷ്ണം മുറിച്ചെടുക്കുക. ഇങ്ങനെ വട്ടത്തിലാക്കാനുള്ളതാണ്. ആർക്ക് വേണ്ടിയിട്ടാണ് ഉണ്ടാക്കുന്നത് അവരുടെ തലവട്ടത്തിനനുസരിച്ച് അളവ് എടുത്ത് വെട്ടേണ്ടതാണ് കേട്ടോ കാർഡ്ബോർഡ്. അത് നമ്മൾ സെല്ലോ ടാപ്പ് ചുറ്റി വരിഞ്ഞെടുക്കുക. അതിലേക്ക് ഒരു തുണി എടുത്ത് ചുറ്റണം. അതിനുവേണ്ടി ഞാൻ നീല കളറുള്ള തുണിയാണ് എടുത്തിട്ടുള്ളത്. നല്ല കളർഫുള്ളുള്ള തുണിയായിരിക്കുമ്പോൾ ഭംഗിയുണ്ടായിരിക്കും. സൂപ്പർ ഗ്ലൂ തേച്ച ശേഷം ഇത് ഒട്ടിച്ചെടുക്കുക. ഒരു സൈഡ് ഒട്ടിച്ച ശേഷം തുണി ചുറ്റി വരിഞ്ഞ് ഈ നീളത്തിലുള്ള ഈ കാർഡ്ബോർഡ് കഷ്ണത്തെ മുഴുവനായും തുണി കൊണ്ട് ചുറ്റി വരിഞ്ഞെടുക്കുക. കാർഡ്ബോർഡ് കഷ്ണത്തെ നന്നായി വലിച്ചു മുറുക്കി തന്നെ തുണി കൊണ്ട് കെട്ടോ. കാർഡ്ബോർഡിൻ്റെ ഇത് കാണാതെ തുണി മാത്രമായി കാണുന്ന രീതിയിൽ വലിച്ചു മുറുക്കി അറ്റത്തും അതുപോലെ തന്നെ സൂപ്പർ ഗ്ലൂ തേച്ച് ഒട്ടിക്കുക. ഇത് റൗണ്ട് ആക്കി എടുക്കുക. അത് നമ്മൾ സെല്ലോ ടാപ്പ് കൊണ്ട് തന്നെയാണ് ഒട്ടിക്കുന്നത്. ആ സെല്ലോ ടാപ്പ് കൊണ്ട് ഒട്ടിച്ച ശേഷം ആ സെല്ലോ ടാപ്പിൻ്റെ ഭാഗം കാണാത്ത തരത്തിൽ വീണ്ടും അതേ കളർ തുണി തന്നെ എടുത്ത് ചുറ്റി വരിഞ്ഞ് കെട്ടുക. പിന്നീട് വേറെ ഏതെങ്കിലും തുണി കൂടി ചേർത്ത് ഇങ്ങനെ മുടഞ്ഞ് 3 ലെയർ ഉള്ളതാക്കി വെക്കുക. ഇത് നമ്മുടെ ഈ വട്ടത്തിൻ്റെ പകുതി ഭാഗത്തേക്കുള്ള നീളം മതി കേട്ടോ. ഇത് ആ വട്ടത്തിൻ്റെ മുകളിലേക്ക് ഒട്ടിച്ചു കൊടുക്കുക. അതങ്ങനെ 3 ലെയറായിട്ട് ഒട്ടിച്ച ശേഷം നമ്മുടെ കയ്യിലുള്ള മാലയോ മുത്തോ അങ്ങനെ എന്തെങ്കിലും കൊണ്ട് അത് അലങ്കരിക്കുക. ഒട്ടിച്ചു കൊടുക്കുകയോ അല്ലെങ്കിൽ അതിൻ്റെ മുകളിൽ കെട്ടി കൊടുക്കുകയോ ചെയ്താൽ മതി. പിന്നീട് ഒരു പേപ്പർ കഷ്ണം എടുത്തിട്ട് ഇത്തിരി കട്ടിയുള്ള കഷ്ണം തന്നെ വേണം. അതിലേക്ക് ഒരു ഗോൾഡൻ തുണി ഒട്ടിക്കുക. അത് ഒട്ടിച്ച ശേഷം പേപ്പർ അങ്ങോട്ടും ഇങ്ങോട്ടും മടക്കിയെടുത്ത് അതിൻ്റെ അടിയിലും കൂടി ഒട്ടിച്ച ശേഷം നമ്മുടെ ഈ തലക്കെട്ടിലേക്ക് അത് ജോയിൻറ്റ് ചെയ്യുക. അതിനുശേഷം അതിലൊരു മയിൽപ്പീലി വെച്ച് സെറ്റ് ചെയ്യുക. അപ്പോൾ ഇതാട്ടോ ഫൈനൽ റിസൾട്ട്.